നമസ്കാരം. ഫെബ്രുവരി 14 ബുധനാഴ്ച ചന്ദ്രൻ മേടത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്. കൂടാതെ ഇന്ന് മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിലെ 5-ാമത്തെ ദിവസം കൂടിയാണ്. ഈ തീയതി വസന്തപഞ്ചമി എന്നും അറിയപ്പെടുന്നതാണ്. അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ദേവതയായ സരസ്വതി ദേവി ഈ ദിവസത്തിലാണ് അവതരിച്ചത് എന്നാണ് വിശ്വാസം. വസന്തപഞ്ചമി നാളിൽ രവിയോഗം, ശുക്ലയോഗം, അതേപോലെ രേവതി നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും രൂപം കൊള്ളുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ചില നക്ഷത്രക്കാർക്ക് വളരെ സൗഭാഗ്യം തേടിയെത്തുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം. അത്തരത്തിൽ ജ്യോതിഷപ്രകാരം വളരെയധികം സൗഭാഗ്യം തേടിയെത്തുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. നിങ്ങളുടെ അറിവും ബുദ്ധിയും വികസിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. ജാതകത്തിൽ ബുധന്റെ സ്ഥാനം ശക്തിപ്പെടുകയും ഗണപതിയുടെ അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും. അതിനാൽ തന്നെ ഇന്നേ ദിവസം വളരെയധികം സൗഭാഗ്യങ്ങൾ തേടിയെത്താൻ പോകുന്ന ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാണ്. മേടം രാശിക്കാർക്ക് അനുകൂലമായ ദിവസം. പ്രത്യേകിച്ചും തങ്ങളുടെ ശ്രമങ്ങൾ അത് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന അവസരമാണ് ഇത്. ദൃഢനിശ്ചയം ഇവർക്ക് പുലർത്തുവാൻ സാധിക്കുന്നതുമാണ്. കൂടാതെ വസന്തപഞ്ചമിയുടെ അവസരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ കരിയറുമായി ബന്ധപ്പെട്ട് പുതിയ പാതകൾ, ജോലി ലഭിക്കുക, അതിനുള്ള അവസരങ്ങൾ സംജാതമാവുക തുടങ്ങിയ കാര്യങ്ങൾ വന്ന് ഭവിക്കാവുന്നതാണ്. കൂടാതെ പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ദിവസങ്ങൾ തന്നെയാണ് ഇത്. പരിചയസമ്പന്നമായ വ്യക്തിയുടെ ഉപദേശത്താൽ ജീവിതത്തിൽ മാറ്റങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. കൂടാതെ പണവുമായി ബന്ധപ്പെട്ട് അനുകൂലം തന്നെയാണ് സമയം. ഈ സമയം ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുകൂടി അറിയുക. ഈ സമയം വിവേകപൂർവം നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ നേട്ടങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായും വിവേകപൂർവമായി നിങ്ങൾ പെരുമാറുകയാണ് എങ്കിൽ പെട്ടെന്നാണ് ഉയർച്ച വന്നു ചേരുക. ദാമ്പത്യ ജീവിതം അനുകൂലമായി തീരും. അത്തരത്തിൽ ശുഭകരമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. അതിനാൽ മേടം രാശിക്കാർ പ്രത്യേകിച്ചും ഈ കാര്യം ഓർക്കുക. ഇന്നേ ദിവസം ഗണപതി സ്വാമിയെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം ഗണപതി സ്വാമിയുടെ മന്ത്രങ്ങൾ ജപിക്കുവാൻ പ്രത്യേകിച്ചും ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ചിങ്ങം രാശിയാകുന്നു. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം. പണം സമ്പാദിക്കാനായിട്ടുള്ള നിരവധിയാർന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. അത് നിങ്ങൾ ശരിയായ രീതിയിൽ തന്നെ വിനിയോഗിക്കുക. ഗണേശ ഭഗവാന്റെ കൃപയാൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത വളരെ വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ്. തീർപ്പാകാത്ത പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ തന്നെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ആത്മീയപരമായ പ്രവർത്തനങ്ങൾ നോക്കുകയാണ് എങ്കിൽ അതിൽ താല്പര്യം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ജോലി മാറുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് അനുകൂലം തന്നെയാണ് സമയം. പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതയും അല്ലെങ്കിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ്. കൂടാതെ വരുമാനം വളരെയധികം വർദ്ധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം ഞാൻ ഈ പറയുന്ന ഒരു പരിഹാരം കൂടി ചെയ്യുവാൻ ശ്രമിക്കുക. ചെയ്യുന്നത് നിങ്ങളുടെ ജോലിക്കും അതേപോലെ തന്നെ ബിസിനസ് പുരോഗതിക്കും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. നിങ്ങൾ ചെറുപയറും നെയ്യും പഞ്ചസാരയും കലർത്തി പശുവിന് ഇന്നേ ദിവസം നൽകുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം. സാധിക്കുന്നവർ ഇന്നേ ദിവസം ഇപ്രകാരം ചെയ്യുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാകുന്നു. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം
ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തന്നെ പറയാം. ഭാഗ്യം ഇവരുടെ വർദ്ധിക്കും. കൂടാതെ ഈ സമയം ഊർജവും ഉത്സാഹവും നിങ്ങൾക്ക് വർദ്ധിക്കുന്നതിനാൽ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ തന്നെ ചെയ്തു തീർക്കുവാൻ, ഉത്സാഹത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. പ്രതിരോധശേഷി വളരെയധികം വർദ്ധിക്കുകയും ശക്തമാവുകയും ചെയ്യുന്ന ഒരു അവസരം തന്നെയാണ് ഇത്. കൂടാതെ ആരോഗ്യം ഏറ്റവും മികച്ചതായി തന്നെ തീരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമാണ് സമയം. വളർച്ചയ്ക്ക് അനുകൂലമാണ് എന്ന് തന്നെ പറയാം. ഭഗവാന്റെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ തടസ്സങ്ങൾ കൂടാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതിനാൽ തന്നെ ഗണപതി സ്വാമിയെ ഭജിക്കുന്നതും സ്വാമിയുടെ മന്ത്രങ്ങൾ പ്രത്യേകിച്ചും ജപിക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്നുകൂടി മനസ്സിലാക്കുക. കൂടാതെ ഭൂമിയിൽ പണം നിക്ഷേപിക്കുന്നുണ്ട് എങ്കിൽ അത് സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് വഴി തെളിയിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതാണ്. ദാമ്പത്യ ജീവിതത്തിലും അതേപോലെ തന്നെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാം. സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ തന്നെ ഇന്ന് മുന്നോട്ട് പോകേണ്ടതാണ്. സംസാരവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ശുഭവാർത്തകൾ തേടിയെത്തും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സന്തോഷകരമായ ദിവസം തന്നെയാണ് നിങ്ങൾക്ക് വന്നു ചേരുക. കുടുംബത്തിൽ സമാധാനവും അതേപോലെ സന്തോഷവും പ്രതീക്ഷിക്കാം എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം നിങ്ങൾ പ്രത്യേകിച്ചും സ്വാമിയെ ആരാധിക്കുന്നത് ഏറ്റവും വിശേഷം തന്നെയാണ്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ് സമയം. പ്രത്യേകിച്ചും അപ്രത്യക്ഷമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുവാൻ, ലാഭം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ആരുടെയെങ്കിലും മാർഗനിർദ്ദേശത്താൽ കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ജോലി അന്വേഷിക്കുകയോ മാറുവാൻ ആഗ്രഹിക്കുന്നവരോ ആണ് എങ്കിൽ അതിന് അനുകൂലം തന്നെയാണ് സമയം. മികച്ച അവസരങ്ങൾ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് അനുകൂലമായി സമയമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ വിവാഹം നടക്കുവാനോ അനുയോജ്യമായ ബന്ധം വന്നു ചേരുവാനോ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. പെട്ടെന്നുള്ള സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അവസരങ്ങളാണ് വന്നു ചേരുക. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക തന്നെ വേണം. കൂടാതെ ഈ സമയം വ്യാപാരികൾക്കും അല്പം ഉയർച്ച കച്ചവടവുമായി ബന്ധപ്പെട്ട് നേടിയെടുക്കുവാൻ സാധിക്കുന്ന ദിവസമാണ് എന്ന് തന്നെ പറയാം. ഇന്നേ ദിവസം പൊതുവെ നിങ്ങൾ സന്തുഷ്ടരായി തീരും. അതിനാൽ തന്നെ ഇന്നേ ദിവസം ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോവുക. ശുഭകരമായ വാർത്തകൾ തേടിയെത്തും. എന്നാൽ സംസാരം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ചില വാക്കുകൾ അത് നിങ്ങൾക്കും മറ്റുള്ളവർക്കും വിഷമം നൽകാം. അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. ഇന്നേ ദിവസം സ്വാമിയെ ആരാധിക്കുന്നതും പ്രത്യേകിച്ചും ഗണേശ ക്ഷേത്രങ്ങളിൽ ഇന്നേ ദിവസം ദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. സാധിക്കാത്തവരാണ് എങ്കിൽ ഗണപതി സ്വാമിയെ ഇന്ന് ഭജിക്കുക. പ്രത്യേകിച്ചും സ്വാമിയുടെ മന്ത്രങ്ങൾ ഇന്നേ ദിവസം ജപിക്കുവാൻ പ്രത്യേകം ഓർത്തിരിക്കുക.